again, welcome back to my channel. ഇന്ന് നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ തിങ്സ് യു ഷുഡ് നോ ബിഫോർ എൻട്രിങ് നീറ്റ് എക്സാമിനേഷൻ ഹാൾ എന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഇനി അറിയാലോ, ഇനി വെറും 3 days മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നീറ്റിന് ബിഫോർ ആയിട്ട്, 3 or 2 days. അതിനു മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നീറ്റിന്റെ ഡ്രസ് കോഡ്. ഞാനിപ്പോ നീറ്റ് ഫസ്റ്റ് ടൈമാണ് എഴുതാൻ വേണ്ടി പോണത്. എങ്കിൽ തന്നെയും ഞാൻ കുറെ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ കുറെ അറിഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാനിപ്പോ റിപ്പീറ്റർ ആണ് എങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്. ഞാൻ +2 ശേഷം ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ലായിരുന്നു നീറ്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഫുൾ സ്ലീവ്സ് പറ്റില്ല. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഫുൾ സ്ലീവ്സ് പറ്റില്ല, ഹാഫ് സ്ലീവ്സും പറ്റില്ല. ഫുൾ ജീൻസ് അലൗഡ് അല്ല, അതായത് ജീൻ മെറ്റീരിയൽ ഒന്നും അലൗഡ് അല്ല. ബിക്കോസ് അതിൽ മെറ്റൽ ഉണ്ട്. പ്രോപ്പർ ഫ്രിസ്കിംഗ് ആണ്. നിങ്ങൾക്ക് മെറ്റൽ ഡിറ്റക്ഷൻ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ചെക്കിംഗ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മെറ്റൽസും പറ്റില്ല, അലൗഡ് അല്ല. ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഹെയർ ക്ലിപ്സ്, അതിൻ്റെ അകത്തൊക്കെ മെറ്റൽ ആണല്ലോ. പിന്നെ അറിയാം നിങ്ങൾക്ക് നോസ് പിൻസ്, ഇയറിൽ എന്തെങ്കിലും വേറെ അഡീഷണൽ ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഉള്ളവർ അത് മാറ്റണം. ദെൻ ഒരു തരത്തിലുള്ള മെറ്റൽസും, ഗോൾഡ് ചെയിൻ, റിംഗ്, പാദസരം ഒക്കെ നിങ്ങൾ അഴിച്ചു വെച്ചിട്ട് വേണം പോവാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ പറഞ്ഞതുപോലെ ഡെനിമായിട്ടുള്ള ഒന്നും പറ്റില്ല. ബേസിക്കലി നിങ്ങൾക്ക് പറ്റാവുന്നത് ഒരു സിമ്പിൾ ടീഷർട്ട് ഇടുക വിത്തൗട്ട് കോളർ. ഗേൾസ് ആയാലും ശരി, ബോയ്സ് ആയാലും ശരി, ഒരു സിമ്പിൾ ടീഷർട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഗേൾസിന് ഒരു കുർത്തി പോലെ, അതിലും സോളിഡ് കളേഴ്സ് ആയിരിക്കണം. ഒരു പ്രിന്റും അലൗഡ് അല്ല. അതിലും ഹാഫ് സ്ലീവ്സ് മീൻസ് ഒരു അത്രയൊക്കെ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരിതും, ഒരു ലെഗിൻസ് പറ്റില്ല, ജെഗിൻസ് അതല്ലെങ്കിൽ ഒരു ട്രാക്ക് പാൻസ്, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നീറ്റിന്റെ ഡ്രസ് കോഡ് ബേസ് ചെയ്തിട്ടുള്ള കാര്യം. ദെൻ സെക്കൻഡ് തിങ് വരുന്നത് അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. അഡ്മിറ്റ് കാർഡ് ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട് NTA സൈറ്റിൽ. nta.neet.in അതാണ് അവരുടെ വെബ്സൈറ്റ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രിന്റ് എടുക്കുക. മിനിമം ഞാൻ പറയും ഒരു 3 copies എങ്കിലും എടുത്തു വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഡിക്ലറേഷൻ എഴുതേണ്ട കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ആ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും അല്ല മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ വെക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി ഓടേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് നിങ്ങൾ ഇപ്പോഴത്തെ തന്നെ ഒരു 3 copies വരെ എടുത്തു വെക്കുക. അതിന്റെ അകത്ത് നിങ്ങൾക്ക് സെൽഫ് ഡിക്ലറേഷൻ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. അതിന്റെ അകത്ത് ദെൻ ഡാഷ്, അവിടെ നിങ്ങളുടെ പേര് എഴുതുക. റെസിഡന്റ് ഓഫ് എന്ന് എഴുതിയിട്ട് എഗെയിൻ ഒരു ഡാഷ് ഉണ്ട്. അവിടെ നിങ്ങളുടെ ലൊക്കാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാം. അതെഴുതി തൊട്ട് താഴെ തന്നെ, ആ ഫസ്റ്റ് പേജിൽ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് കോളത്തിൽ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പിന്റെ ഇംപ്രഷൻ അത് ചെയ്യണം. ദെൻ തേർഡ് കോളത്തിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഓൺലി ഇൻ ഫ്രണ്ട് ഓഫ് ഇൻവിജിലേറ്റർ. അതിന് മുമ്പായിട്ട് നമ്മൾ സിഗ്നേച്ചർ ഇടാൻ വേണ്ടി പാടില്ല. അത്രയാണ് നമ്മൾ ഫ്രണ്ട് പേജിൽ, ഫസ്റ്റ് പേജിൽ ചെയ്യാനായിട്ടുള്ളത്. സെക്കൻഡ് പേജിൽ വരുന്നത് ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനും, അത് മാത്രമേ ഉള്ളൂ. ഒരു 4x6 ഡയമെൻഷനിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, നല്ല വലുപ്പത്തില്, ഡേറ്റ് ആൻഡ് പ്രിഫറബിളി ഡേറ്റും നിങ്ങളുടെ പേരും പ്രിന്റ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അത് ഒട്ടിക്കുക. ദെൻ തേർഡ് പേജിൽ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വായിക്കേണ്ട ഒരു പേജാണ്. അതിനകത്താണ് നമ്മുടെ എന്തൊക്കെ ബാർഡ് ഐറ്റംസ് ആണ്, നിങ്ങളുടെ ഡ്രസ് കോഡ്, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകാം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അത് പ്രത്യേകം പറയുന്നുണ്ട്, ആ സെൽഫ് ഡിക്ലറേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളിതൊക്കെ വായിച്ച് അറിഞ്ഞിട്ടാണ് നമ്മൾ സിഗ്നേച്ചർ ഇടുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കുക. ദെൻ വരുന്നത് എക്സാം സെന്റർ ആൻഡ് എക്സാം സെന്ററിന്റെ ടൈമും ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഗേറ്റ് ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് 1:30 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 2 PM till 5:30 PM ആണ്, 5:20 PM ആണ്. അതിനുള്ളിൽ എക്സാം മാക്സിമം എഴുതി തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഗേറ്റ് ക്ലോസിംഗിന് മുമ്പായിട്ട്, അതായത് 1:30 മുമ്പായിട്ട് തന്നെ എല്ലാവരും മസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. 11 o'clock അവര് റിപ്പോർട്ടിംഗ് ടൈം വെച്ചേക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ 11 o'clock തന്നെ എത്തുക. അപ്പൊ നമുക്ക് വേറെ ടെൻഷനോ കാര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആ സമയത്ത് തന്നെ എത്താൻ വേണ്ടി നോക്കുക. എനിക്കിപ്പോ കുറച്ച് ദൂരമായിട്ടുള്ള ഒരു സെന്ററാണ് കിട്ടിയേക്കുന്നത്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് തന്നെയാണ്, പക്ഷെ കുറച്ച് ദൂരെയാണ്. അപ്പൊ എനിക്ക് അതിനനുസരിച്ച് വേണം ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അങ്ങ് വരെ എത്താൻ. അത് എത്രയുള്ളൂ എക്സാം സെന്റർ ഡീറ്റെയിൽസ്. പിന്നെ വരുന്നത് അത്രയുള്ള എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസ്. ഇനി വരുന്നത് നിങ്ങൾ എന്തൊക്കെ ക്യാരി ചെയ്യണം എന്നുള്ളതാണ്. ഈ പറഞ്ഞത് ഒഴിച്ച് വേറെ ഒന്നും നിങ്ങൾ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ ക്യാരി ചെയ്യേണ്ടത്
2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അവരുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടി 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പിന്നെ എന്താണ്, ഒരു ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിലിൽ നിങ്ങൾക്ക് വാട്ടർ കരുതാം, അതിന് പ്രശ്നമില്ല. എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പെന്നോ അഡീഷണൽ ഷീറ്റോ വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് ഇൻക്ലൂഡിങ് നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റോ അഡ്മിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കരുതാം. ഒരു 2 എടുത്ത് വെച്ചേക്കുന്നത് സേഫ് ആയിരിക്കും. ആധാർ കാർഡ് ആൻഡ് ഒരു 10th സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കുന്നത് സേഫ് ആയിരിക്കും. ഇത്രയാണ് നിങ്ങൾ കൊണ്ടുവേണ്ട കാര്യങ്ങൾ. പിന്നെ ബാർഡ് ഐറ്റംസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു തരത്തിലുള്ള മെറ്റൽസ് അലൗഡ് അല്ല, ഗോൾഡ് ഓർണമെന്റ്സ് ആയാലും ഒന്നും അലൗഡ് അല്ല. നോസ് പിൻസും ഇയർ റിംഗ്സ് ഒക്കെ ശ്രദ്ധിച്ച് അഴിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ നോട്ടീസ് ചെയ്യുക, അതൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മാറ്റി വെക്കുക. പിന്നെന്താണ്, പിന്നെ ഈ വർഷം നീറ്റ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഇൻക്ലൂഡിങ് മീ നിങ്ങൾ ഒരു പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാനും നീറ്റ് നല്ല സേഫ് ആയിട്ട് നല്ല ഈസി ആയിട്ട് എഴുതാനും പറ്റട്ടെ എന്ന്. വേറെ ഒരു തരത്തിലുള്ള ടെൻഷനോ ഒന്നും വേണ്ട. ദെൻ വാട്ട്, ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇത്ര അർജന്റായിട്ട് എടുക്കാൻ വേണ്ടി കാരണം എന്നെ പോലെ തന്നെ കാണുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ദെൻ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്ത് തന്നെയുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ വെനെവർ ഐ അപ്ലോഡ് വീഡിയോസ്. അതിനുശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ദാറ്റ്സ് അപ് ടു യു. ദെൻ വാട്ട്, കമന്റ് ചെയ്യുക, ദാറ്റ് അത്രയേ ഉള്ളൂ. ദെൻ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.